രാജമക്കളായ 72 കുടുംബത്തെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും ചാർച്ചക്കാരെയും ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനം എന്തിനാണ് നമ്മളെ ഇവിടേക്ക് അയച്ചത്? എന്തായിരുന്നു നമ്മുടെ മിഷൻ? എന്തിനാണ് നമ്മളെ അയച്ചത്? എന്നിട്ട് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജ്ഞാനായ വംശത്തിൽപ്പെട്ടവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഉത്തരം പറയും: നമ്മൾ വന്നത് സുവിശേഷത്തിന്. സുവിശേഷത്തിന്. ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തിനാ വന്നതെന്ന് നമ്മുടെ പുരാതന പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മൂവരുവന്റെ കൽപ്പനയാലെ മാർത്തോമൻ മൈലാപ്പൂർ എന്ന് പറയുന്ന പാട്ടില് 38-ാമത്തെ പേജിൽ മൂവരുവന്റെ കൽപ്പനയാലെ മാർത്തോമൻ മൈലാപ്പൂർ എന്ന് പറയുന്ന ഇന്ന് തുടങ്ങുന്ന പാട്ടിന്റെ 2-ാമത്തെ ലൈനും 6-ാമത്തെ ലൈനും ഒന്ന് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മുട്ടുപാടുകൾ തീർത്ത് ഞങ്ങൾ എത്തി വന്നു കൊടുങ്ങല്ലൂര്. എന്തിനാ? മാർത്തോമൻ തന്റെ ശേഷക്കാർ മാർഗമങ്ങ് തെളിപ്പാൻ. മാർത്തോമൻ തന്റെ ശേഷക്കാർ മാർഗമങ്ങ് തെളിപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് പുറകോട്ട് പോകണം. AD 52 തോമസ് ലീഹ കേരളത്തിൽ വന്നു. ഇവിടെ ഒട്ടനവധി ആൾക്കാരെ ക്രിസ്തു മതത്തിലേക്ക് ആക്കി. AD 52 മുതൽ 345 നമ്മൾ വരുന്നിടം വരേക്കും ഇവരെ നയിക്കുവാൻ, ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നടത്തുവാൻ ആരുമില്ലാത്ത ഒരു സ്റ്റേജിലായി. 100 വർഷം 150 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പലരും അതിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ടെന്ന് പരിശുദ്ധ സിംഹാസനം, അന്തോക്യ സിംഹാസനം അറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മളെ ഇവിടേക്ക് വിടുന്നത്. ഇവിടെ എന്തിനാ? നമ്മൾ മുമ്പേ കണ്ടു, നമ്മൾ വിദ്വാൻമാരായിരുന്നു. നമ്മൾ മോറാനോട് പറഞ്ഞു, ഭംഗിയോടെയുള്ള ഞങ്ങളുടെ ഭൂഷണം കണ്ടിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം നീ സാധിച്ചു തരണം. അങ്ങനെയാണ് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവിടെ സ്ഥാപിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മോറാൻ അത് അംഗീകരിച്ചു കൊടുക്കുക. അങ്ങനെ ബന്ധം സ്ഥാപിച്ചു നമ്മൾ വന്നപ്പോ ഇവിടെ ഇവരെ നയിക്കുവാൻ വേണ്ടി വന്നു എന്ന് പറയും. മുട്ടുപാടുകൾ തീർത്ത് ഞങ്ങൾ എത്തി വന്നു കൊടുങ്ങല്ലൂര്, മാർത്തോമൻ ശേഷക്കാർ തൻ മാർഗം തെളിപ്പാൻ. മാർത്തോമ സ്ലീഹായാൽ ക്രിസ്ത്യാനിയായവരെ നയിക്കാൻ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് വന്നവരല്ല. ഇവിടെയുള്ളവരെ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവരണം. അവരുടെ ആരോഗ്യ മേഖല അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം. മറ്റു ജീവിതത്തിന്റെ എല്ലാ നിലകളിലും ഈ ജനത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു സംഘം ആൾക്കാരെ ഇവിടേക്ക് വിട്ടു. ഈ 7 വംശത്തിൽപ്പെട്ട 72 കുടുംബം അവരോരോ കാര്യത്തിലും സ്പെഷ്യലൈസ് ചെയ്തവരാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ആളിന്റെ എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മുടെ ആൾക്കാർ ഇതെല്ലാം ഉന്നതമായ അവസ്ഥയിലായിരിക്കുന്നത്. കാരണം ബിക്കോസ് അവരെല്ലാം ആ ഒരു ഫീൽഡിൽ അവർ എക്സ്പേർട്സ് ആയിരുന്നു. അങ്ങനെ ഈ നയിക്കുവാൻ വേണ്ടി വന്ന ജനമാണ് നമ്മൾ. അല്ലാതെ ഇവിടെ നമ്മൾ സുവിശേഷം പറയാൻ വന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ നാട്ടിലുള്ള എത്ര പേരോട് സുവിശേഷം പറഞ്ഞ് അവരെ മാനസാന്തരപ്പെടുത്തി അല്ലെ സ്നാനപ്പെടുത്തി നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും ചേർത്തിട്ടുണ്ടോ? ആരെയും ചേർത്തിട്ടില്ല. ഒരാളെ പോലും ചേർത്തിട്ടില്ല. സ്വവംശ വിവാഹാചാര പാരമ്പര്യം പാലിച്ച് നമ്മുടെ പള്ളിയിൽ നമ്മുടെ ആൾക്കാർ, ജ്ഞാനായക്കാര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, കുട്ടികളായവര് അറിഞ്ഞിരിക്കണം നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നു. അവര് വിദ്വാൻമാരായിരുന്നു. ഇന്നോ എത്ര പേര് വിദ്വാൻ എന്ന് പറയും? അല്ലെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എത്ര പേര് ഉത്തമൻ എന്ന് പറയും? ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറി. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ആരായിരുന്നു അല്ല,
നമ്മൾ ആരാണ് എന്ന് നമുക്കറിയാൻ പറ്റാതെ പോയി എന്ന ഒരൊറ്റ കാരണത്താൽ. ക്നാനായ വംശജരെ പറ്റി നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ പുലർത്തിക്കൊണ്ടുവരുന്ന സ്വവംശ വിവാഹ ആചാര പാരമ്പര്യം എൻഡോഗമി ഇന്ന് ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ഇടയിൽ എൻഡോഗമി കാത്തുപരിപാലിച്ചു പോരുന്ന സ്വവംശ വിവാഹ ആചാര പാരമ്പര്യം ഒരേ ഒരു വംശജരി ലോകത്തിലുണ്ടെങ്കിൽ അത് ക്നാനായക്കാർ മാത്രമാണ്. ഈ സ്വവംശ വിവാഹ ആചാര പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇതെന്നാണ് ആരംഭിച്ചത്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രഹാമിന്റെ കാലത്ത് ആരംഭിച്ച ഒരു കാര്യമാണ്. എന്തായിരുന്നു അത്? ഉൽപ്പത്തി പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 24:14 ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കനാന്യരുടെ പെൺമക്കളിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. എൻ്റെ മകനായ ഇസ്ഹാക്കിന് എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും ഭാര്യയെ കണ്ടുപിടിക്കണം എന്ന് അബ്രഹാം പിതാവിൻ്റെ കാലത്ത് അങ്ങനെ അബ്രഹാം പിതാവിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പാരമ്പര്യം ഇന്നും നമ്മൾ നിലനിർത്തുകയാണ്. നമ്മുടെ സ്വന്തം വംശത്തിൽ നിന്നല്ലാതെ നമ്മൾ ആരെയും വിവാഹം കഴിക്കുകയില്ല. ആ വംശപാരമ്പര്യം അന്നത്തേതുപോലെ തന്നെ ഇന്നും തുടർന്നു വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ആൾക്കാരൊക്കെ പറയും എന്തിനാണിത്, വായി. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹം, അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ്. നമ്മുടെ പിതാക്കന്മാരെ അനുസരിച്ച് അവർ നമ്മളോട് പറഞ്ഞു തന്നു, പ്രത്യേകിച്ച് ക്നാനായക്കാരോട്. നിങ്ങൾക്കറിയാം, നമ്മളോട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. നമ്മുടെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി കപ്പലിൻ്റെ അടുത്ത് വന്ന് നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. എന്താ അവർ പറയുന്നത്? കപ്പല് ഇന്ന് നീ ഞങ്ങളെ കൈവിട്ടോ മോറാനെ എന്ന ആ പാട്ടിൻ്റെ തന്നെ 17ാമത്തെ ലൈൻ. കപ്പലേ കയറുവാൻ കടപ്പുറം പൂക്കാറ് ഉറ്റവരുടേവർ ബന്ധുക്കൾ എല്ലാവരും തമ്മിൽ അൻപോടെ തഴുകുന്നു. മാർവത്ത് കണ്ണുനീർ മാറും നനയുന്നു. തമ്പുരാനല്ലാതില്ലോ ഒരു സാക്ഷിയും. മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും. അടുത്തത്, ബന്ധങ്ങൾ വേർപെടാതോർക്കണം. ഈ സംഭവം എന്നാ ഈ പാട്ടി പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആൾക്കാർ, നമ്മുടെ പിതാക്കന്മാര്, പൂർവ്വപിതാക്കന്മാര് കടൽ തീരത്ത് വന്ന് കപ്പലേ കയറുന്ന സമയത്ത് ഉറ്റവരുടെ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാറ് നനയത്തക്കതുപോലെ കണ്ണീരൊഴുക്കുകയാണ്. ലോകമുണ്ടായ കാലത്ത് അതുപോലൊരു വേർപെടൽ നടന്നിട്ടില്ല. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു വിടുകയാണ്, ബന്ധങ്ങൾ വേർപെടാതെ നോക്കണം. നമുക്കനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ആ അനുസരണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വംശത്തിൽ നിന്ന് മാത്രമേ നാം വിവാഹം കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനമായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ കൽപ്പന ലംഘിക്കും. ഈ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. സ്വവംശ വിവാഹ ആചാരം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നമ്മളത് അനുഷ്ഠിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതിൽ നിന്ന് നമുക്ക് മാറാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് തരും. എന്നിട്ട് എന്തു പറയും? ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്നതൊന്നും കഴിക്കരുത്. അതിനെന്നാ നമ്മൾ പറയുക? പഥ്യം. ഒരു പഥ്യമുണ്ട്. ആ പഥ്യം കാത്തു പരിപാലിക്കാൻ, അല്ല, ആ പഥ്യം നോക്കണം. നോക്കിയില്ല മരുന്നിന് ഫലം കിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ജ്ഞാനായക്കാരിക്കും നമ്മുടെ പഥ്യം നമ്മൾ കാത്തു പരിപാലിക്കണം. അന്യവംശജരെ വിവാഹം കഴിക്കുവാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ
കർത്താവ് ആദമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിലാക്കിയിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളിതെല്ലാം ഭക്ഷിച്ചു, പക്ഷെങ്കിൽ ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. അവരെന്നിട്ട് എന്ത് ചെയ്തു? അത് ഭക്ഷിച്ചു. എന്നിട്ട് എന്തായി? ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കി. ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കി. ഇത് തന്നെയാണ് നമ്മുടെ സമുദായത്തിൽ നടക്കുന്നത്. പുറത്താക്കിയാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താകും, അവർ പോവും. കാരണം അവർക്ക് ഇവിടെ അതിനുള്ള ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത് വളരെ ഇതായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ വ്യക്തമായിട്ട് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന് 14-15 വയസ്സാവുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൂട്ടത്തിൽ അവനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. നിനക്ക് ദൈവം ജ്ഞാനായ സമുദായത്തിൽ ഒരു സമുദായ അംഗമായി ജന്മം തന്നിരിക്കുന്നത് നീ ഒരു ജ്ഞാനായ യുവതിക്ക് ഭർത്താവാകുവാൻ കൂടി വേണ്ടിയാണ്. നിനക്ക് അങ്ങനെ ഒരു കടമ നിന്നിലുണ്ട്. നീ ആ കടമ നിറവേറ്റണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ വളർന്ന് 13-14 വയസ്സാകുമ്പോൾ തന്നെ അവളെ പറഞ്ഞ് മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കണം, മോളെ നിനക്ക് ദൈവം ഈ സമുദായത്തിൽ ജന്മം തന്നിരിക്കുന്നത് നീ ഒരു ജ്ഞാനായ യുവാവിന് ഭാര്യയാകുവാൻ കൂടി വേണ്ടിയാണ്. ഈ കടമ നിന്നിലുണ്ട്. ഈ കടമ നീ അറിഞ്ഞിരിക്കണം. ഈ കടമ നീ നിറവേറ്റണം. ഇതാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മാതാപിതാക്കൾ. മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമാണിത്. അതല്ലേ കടപ്പുറത്ത് വെച്ച് ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണമെന്ന് ആരോടാ പറഞ്ഞത്? അവിടെ വെച്ച് മാതാപിതാക്കളോടല്ലേ പറഞ്ഞ്? കുട്ടികളാണോടാ പറഞ്ഞ്? അല്ല, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഉറ്റവരും ഉടയവരും ബന്ധുക്കളും ആയിട്ടുള്ളവർ അവിടെ വെച്ച് നമ്മളോട് ഉപദേശം തരുന്നു. ആ ഉപദേശം പറഞ്ഞത് ആരോടാ? ഈ മാതാപിതാക്കളോടാ. അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല. അത് അവരവരുടെ ഇത് ചെയ്തിരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അപ്രകാരം ചെയ്യാതെ വന്നാൽ ഈ മാതാപിതാക്കൾക്ക് എന്താ പറ്റുന്നേ? ഈ വക കാര്യങ്ങൾ ചിലരോട് ചോദിച്ചാൽ പറയും, എൻ്റെ മോളോ അല്ലെ മോൻ പുറത്തുപോയി, എന്നാ ചെയ്യാനാ? അവര് പുറത്തുപോയി, കിട്ടി. അത് വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് പറയുക. അപ്പോ അപ്രകാരം ഒരു കാര്യം നടന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, എന്താണ് ഈ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നത്? അതിന് നെഹമ്യായുടെ പുസ്തകം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 11-ാമത്തെ പേജില്, പുസ്തകത്തിലെ 11-ാമത്തെ പേജിൽ നെഹമ്യായുടെ പുസ്തകം 10 മുതൽ 28 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. നെഹമ്യ 10:28-30. ശേഷമുള്ള പുരോഹിതർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം പുലർത്തിയവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കേട്ടോ, എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ സമ്മതിക്കുകയില്ല. ആരാ അത്? അപ്പനും അമ്മയും, മാതാപിതാക്കൾ. അവർ ശപഥം ചെയ്തിരിക്കുക, അഥവാ അങ്ങനെ വന്നാൽ ഞങ്ങൾ ശാപമേറ്റുകൊള്ളാമെന്ന്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ആ സ്വവംശ വിവാഹ പാരമ്പര്യം അതെന്നും നിൽക്കുന്നുവോ അന്ന് ഈ ജ്ഞാനായ സമുദായം അവസാനിച്ചു. ജ്ഞാനായ സമുദായത്തിന്റെ മൂല, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാത്തു പരിപാലിക്കുന്ന ഈ സ്വവംശ വിവാഹ ആചാര പാരമ്പര്യം അഥവാ എൻഡോഗമിയാണ്. നമുക്കറിയാം, പാപം ചെയ്താൽ പാപമോചനത്തിനായി കുംഭസാരം എന്ന കൂദാശ, കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മൾക്ക് പാപമോചനം ലഭിക്കും. എന്നാൽ
അന്യവംശത്തിൽ നിന്നും വിവാഹം കഴിച്ച് ഈ സമുദായത്തിൽ നിന്ന് മാറിപ്പോയാൽ അവരെ വീണ്ടും തിരിച്ച് ഈ സമുദായത്തിലേക്ക് എടുക്കുവാൻ ഒരു കൂദാശയില്ല. തിരിച്ച് ഈ സമുദായത്തിലേക്ക് അവരെ എടുക്കുവാൻ ഒരു കൂദാശ ഇല്ല. പാപം ചെയ്താൽ പാപമോചനത്തിന് കുമ്പസാരം എന്ന കൂദാശ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളൊക്കെ ഇത് അറിയണം. മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചിരിക്കണം. മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കാത്തിടത്തോളം കാലം അവർക്കും അത് ശാപമായി തീരുന്നു. കാരണം നമ്മുടെ പിതാക്കന്മാർ 72 അപ്പന്മാരും അമ്മമാരും അവർ വന്നപ്പം മുതൽ അവരുടെ പിതാക്കന്മാരടക്കം നമ്മളെ പറഞ്ഞ് പരമേൽപ്പിച്ച് വിട്ടിരിക്കുന്നതായതുകൊണ്ട് മാത്രം നമുക്കതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഉപദേശങ്ങൾ തന്നതിനെ പറ്റി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച, നമ്മളോട് പറഞ്ഞു വിട്ട ഉപദേശങ്ങൾ?